സാർ, അപ്പോൾ ജിൻഡോയുടെ വിജയം വളരെ വലിയൊരു ചരിത്രമായിരിക്കുകയാണ്. എന്താണ് ഇതിനകത്ത് ഈ സന്തോഷത്തിൽ പറയാനുള്ളത്? എനിക്ക് ജിൻഡോ ആയിട്ട് ഏകദേശം 24 വർഷത്തെ ബന്ധമാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ സാധനം ഹാർഡ് വർക്കർ, കോപ്പറേറ്റീവ്, ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതിൻ്റെ പുറത്ത് അവൻ ഈ കം അപ്പ് ലൈക്ക് ദാറ്റ്. അതാണ് അതിൻ്റെ കാര്യം. അതായത് ജിൻഡോയുടെ ആ ഒരു ജെന്യൂനിറ്റി ആണോ എല്ലാവരും? ജിൻഡോയുടെ ഒരു ആളുകളുമായിട്ടുള്ള സഹകരണമാണ് ഇവിടെ വിജയിച്ചത്. ഒന്ന്. രണ്ട്, ജിൻഡോ എല്ലാവരെ പോലെയും വാചകടിക്കാനായിട്ട് അത്ര എടുക്കാനല്ല, പുറകില്ല. ബട്ട് മറ്റ് ആക്ടിവിറ്റീസിൽ ജിൻഡോ സൂപ്പറാണ്. ദാറ്റ്സ് ഓൾ. ഹി വിൽ പ്രൂവ് ജെന്യൂൻ. അത് ഞാനൊരു ലെവൽ ഓഫീസർ എന്നുള്ള നിലയിൽ പറയുകയാണ്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്. അതാണ്. അപ്പോൾ ഇന്ന് ജിൻഡോയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങളോട് ഒരുക്കി വെച്ചിരിക്കുന്നത്? ജിൻഡോ ഞങ്ങളുടെ അസോസിയേഷൻ്റെ എറണാകുളം ജില്ലയുടെ പ്രസിഡൻ്റാണ്. എൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, 24 വർഷത്തെ തോറ്റും ജയിച്ചും മുഖഭാവത്തിന് യാതൊരു വ്യത്യാസമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും ഒരു ശിഷ്യന്മാരിൽ ഏറ്റവും മിടുക്കനായ ഒരുത്തൻ ഹാർഡ് വർക്കർ. അതിന് പ്രൂവാണ് അവൻ ഇന്ന് കിട്ടിയത്. അത് ആരുടെ അസോസിയേഷൻ്റെ ഒന്നുമല്ല, അവൻ്റെ പേഴ്സണൽ കഴിവാണ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഓരോ ജനത്തിരക്കും ജിൻഡോയോടുള്ള സ്നേഹം കൊണ്ടാണ്. ജിൻഡോയെ കാണാൻ, ഈ പൊസിഷനിൽ കാണാനായിട്ട് ഇപ്പം ഞാൻ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വൈ ഐ കെയിം ഹിയർ. അതെ, എനിക്ക് 76 വയസ്സുണ്ട്. ഞാൻ ജിൻഡോയെ കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, എൻ്റെ ഒരു ശിഷ്യൻ 24 വർഷമായിട്ട് ചീത്ത കേട്ടിട്ടുണ്ട്, എല്ലാം കേട്ടിട്ടുണ്ട്. അവൻ ചിരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, പോരെ. സാറിന് 2 വാക്ക്. ഇവിടെ ഒരു സാറുണ്ടായിരുന്നു. സംസ്ഥാന അസോസിയേഷൻ്റെ, ഞാൻ കേരള സ്റ്റേറ്റ് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷററാണ്. അപ്പം ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6-7 വർഷമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. നല്ലൊരു ബോഡി ബിൽഡറാണ്. അതോടൊപ്പം ഏറ്റവും നല്ലൊരു ഹാർഡ് വർക്കാണ്. വീണാലും പുള്ളി വീണ്ടും ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയം. ഇപ്പോഴും ഇന്നലെ വൈകുന്നേരമാണെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞൊരു ഒരു വാക്യമുള്ളൂ, ഞാൻ പഴയ ജിൻഡോയാണ്. ഞാൻ എവിടെ നിന്നോ അവിടെ തന്നെ ഇപ്പോഴും ഉണ്ടതാണ്. അതായത് ജിൻഡോയുടെ സിംപിൾസിറ്റി, അതായത് എന്തെങ്കിലും വരുമ്പോൾ ഒന്ന് കരയുക, ഇതൊക്കെ അതാണ് നേച്ചറാണത്. ഇപ്പോഴല്ല, നേരത്തെ വർഷങ്ങളായിട്ടും ജന്മനാണുള്ളതാ ജിൻഡോയ്ക്ക്. അവൻ കരയും, ചിരിക്കും, എല്ലാം ചെയ്യും. ഈ ബിഗ് ബോസ് എല്ലാം കണ്ടുകൊണ്ടിരുന്നല്ലേ, പല സന്ദർഭങ്ങളിലും തിരിച്ചടിക്കേണ്ട രംഗങ്ങളിലും പുള്ളി പിടിച്ചു തന്നുണ്ട്. ഇത് ശരിക്കും നിങ്ങളുടെ ഒരു ഫിറ്റ്നസിന്റെ ഒരു സംഭവമാണ്. ഫിറ്റ്നസ് മാത്രമല്ല, മനഃശക്തിയാണ് അതെൻ്റെ പ്രധാനമായിട്ട്. ഫിറ്റ്നസ് കൊണ്ട് എല്ലാവർക്കും അത് നേടാനൊക്കെ ഇതില്ല. അതാണ് ആളുകളുമായിട്ടുള്ള വിട്ടുപിടിച്ച മനോഭാവം, കഠിനാധ്വാനം, അവൻ്റെ ഹാർഡ് വർക്ക്. അതിൽ നിന്നാണ് അവൻ ഈ കെയിം അപ്പ് ലൈക്ക് ദാറ്റ്. മനസ്സിലായില്ലേ? അതെല്ലാവർക്കും കിട്ടത്തില്ല. മനസ്സിലായില്ലേ? എല്ലാവരെ പോലെ ഓടുകയും ചാടുകയും തലമുടിക്കുകയോ ഒന്നും ജിൻഡോ ചെയ്തിട്ടില്ല. അവൻ എങ്ങനെയാണ് ഈ ഫീൽഡിൽ വന്നു, അത് ഈ പ്രൂവ്ഡ് ഇതിനകത്ത്. അതാണ്. എന്തായാലും കേരളത്തിലെ ജനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ എല്ലാവരും എവരിബഡി. ജിൻഡോയ്ക്ക് ശത്രുക്കളില്ല. ഇല്ല. ഇപ്പം ഈ പിള്ളേരൊക്കെ ചെറുപ്പക്കാർ വന്നിരിക്കുന്നത് എന്താണ്? ജിൻഡോയോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലേ? ബിഗ് ബോസിനോടുള്ള കൊണ്ടല്ല. ജിൻഡോയുടെ ആ കഴിവ് ഈ പ്രൂവ്. ദാറ്റ്സ് ഓൾ. അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങളുടെ സംസ്ഥാന അസോസിയേഷനും ജില്ലാ അസോസിയേഷനും ഉണ്ട്. അതാണ്. ഓക്കെ സാർ, താങ്ക് യു. ചേട്ടാ, അപ്പോൾ ജിൻഡോ ചേട്ടൻ്റെ വിജയം നിങ്ങളുടെ അസോസിയേഷന് തന്നെ വലിയൊരു ഐശ്വര്യമാണ്, അംഗീകാരമാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടുമാണ്. പുള്ളി വൈസ് പ്രസിഡന്റാണ്, എറണാകുളം ജില്ലയുടെ വൈസ് പ്രസിഡന്റാണ്. ഞാൻ ഓൾ കേരള ചെയർമാനാണ്. അവരുടെ വൈസ് പ്രസിഡന്റാണ്. അല്ല, ഞാൻ ചോദിക്കണം, ആദ്യം മുതൽ ബിഗ് ബോസ് കണ്ടോണ്ടിരുന്നല്ലേ, ജിൻഡോയുടെ മൂവ്മെന്റ് ഒക്കെ എങ്ങനെ ഭയങ്കര ജെന്യൂൻ ആയതുകൊണ്ടാണോ ഈ ഒരു വിജയം? പിന്നെ പുള്ളി ഒരു ഇത്തിരി ഭാഗ്യവാനാണ്. ഭാഗ്യമുള്ള ആളായപ്പോഴാണ് പുള്ളി കയറി വരാൻ പറ്റിയത്. ഓൾ കേരള ജിമ്മന്മാർക്ക് വളരെ സന്തോഷം വരുന്ന കാര്യം തന്നെ. നമ്മുടെ അസോസിയേഷനാകെ നല്ലൊരു ഇതായി, അംഗീകാരമായി. കാരണം ഞങ്ങൾക്ക് ഒരു ഇതായില്ല. കാരണം ഞങ്ങളുടെ ഒരു ആൾ ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്ത് നല്ലൊരു പൊസിഷനിലെത്തിയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അംഗീകാരമല്ലേ. അതിന് ഞങ്ങളുടെ വിജയമാണത് എല്ലാവർക്കും. അസോസിയേഷൻ്റെ നിലവിലത്തെ ജില്ലാ പ്രസിഡന്റാണ് ഞാൻ. അസോസിയേഷൻ്റെ നിലവിലത്തെ ജില്ലാ സെക്രട്ടറിയാണ്. നമുക്ക് ജിൻഡോയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എല്ലാ സഹായവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ജിൻഡോ ശരിക്കും അവിടെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. പലരും ഒരു മണ്ടനെ പോലെ ആക്കിയിട്ടുണ്ട് പുള്ളി. എന്നിട്ട് പുള്ളിയുടെ വിജയം അവർക്കൊക്കെ ഒരു കരണത്തടിയല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം ഈ അതിന്റെ ലാസ്റ്റ് റിസൾട്ട് വന്ന വരെ പലരും വേറെ ആളാകുമെന്നാണ് വിചാരിച്ചിരുന്നത്.
അപ്പൊ ജിൻഡോന്റെ ആ ഒരു നിഷ്കളങ്കതയും ആ ഒരു ഗെയിം പ്ലാൻ ജനങ്ങള് പുള്ളി ആക്ട് ചെയ്യാത്തതാണോ ശരിക്കും? ജനങ്ങൾ പുള്ളിനെ നെഞ്ചിലേറ്റി, അതാണ് കാര്യം. അല്ലേ, വേറെ എന്താ പറയാനുള്ള പറഞ്ഞു? പിന്നെ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഞങ്ങളിപ്പോൾ പുള്ളിക്ക് സ്വീകരണം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിയേക്കാം. ഇന്ന് എവിടെ സ്വീകരണ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഞങ്ങൾ കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ അസോസിയേഷൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, പണിക്കർ സാർ വന്നിട്ടുണ്ട്, അതുപോലെ ജില്ലാ സെക്രട്ടറി അതൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ഞങ്ങൾ അതിൽ സ്വീകരണമായിട്ട് വൻ സ്വീകരണമായിട്ട് ചെയ്ത് നടത്തിപ്പോയി പറഞ്ഞുകൊണ്ട്